ഓക്കെ, നമ്മുടെ SOP പ്രിവിലേജ് കാർഡിന്റെ SOP-നെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോ പറയുന്നത്. ഒന്ന് നമ്മൾ നമ്മുടെ ടോട്ടൽ എക്സ്പീരിയൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ 6ാമത്തെ വർഷം, നമ്മുടെ അൽഫ മെഡിക്കെയർ ഹോസ്പിറ്റലിന്റെ 6ാമത്തെ വർഷത്തോടനുബന്ധിച്ചിട്ട് നമ്മൾ എല്ലാ പേഷ്യൻസിനും പ്രിവിലേജ് കാർഡുകൾ കൊടുക്കാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട്. അത് എങ്ങനെ കൊടുക്കണം, എന്താണ് അതിന്റെ അവർക്ക് അതുകൊണ്ടുള്ള ഗുണം എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. അപ്പൊ ഇതില് കേൾക്കേണ്ടത്, ഈ വീഡിയോ കേൾക്കേണ്ട ആളുകൾ, ഒന്ന് റിസപ്ഷനിലെ എല്ലാ സ്റ്റാഫുകളും കേൾക്കണം. 2 നഴ്സിംഗ്, അതായത് ഗൈനക് OP-യിലെ സ്റ്റാഫുകൾ കേൾക്കണം. 3 നമ്മുടെ ബില്ലിംഗ് എന്ന് പറഞ്ഞാൽ IP ബില്ലിംഗ്, OP ബില്ലിംഗ്, ഇതിലെല്ലാ സ്റ്റാഫുകളും മൊത്തത്തിൽ എല്ലാവരും ഇതിനെക്കുറിച്ച് അവെയർ ആയിരിക്കണം. ഓക്കെ, ഇതിന്റെ SOP പറയാൻ വേണ്ടി പോവാണ്. നമ്മൾ പ്രിവിലേജ് കാർഡുകൾ കൊടുക്കുന്നത്, ഞാൻ ആദ്യമായിട്ട് ഒരു ഓവറോൾ ഐഡിയ പറയാം. പ്രിവിലേജ് കാർഡുകൾ കൊടുക്കുന്നത് ആളുകൾക്ക് നമ്മളുടെ 6ാം വർഷത്തോടനുബന്ധിച്ചിട്ട് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് എന്നുള്ള രീതിയിലാണ്. ഈ പ്രിവിലേജ് കാർഡുകൾ അവൈൽ ആവുക നമ്മൾ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഡിസ്ചാർജ് ബില്ലിന് കൂടെ ഈ കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഡിസ്ചാർജ് ബില്ലിൽ നിന്നും 15% ഡിസ്കൗണ്ട് ഉണ്ടാവും. ഫൈനൽ ഡിസ്ചാർജ് ബില്ലിലെ 15% ഡിസ്കൗണ്ട് ആണ് ഉണ്ടാവുക. ഓക്കെ, അതായത് ഇതിന്റെ ഒബ്ജക്റ്റീവ് ആണ് ഇതിൽ പറയുന്നത്. ടു പ്രൊവൈഡ് ക്ലിയർ പ്രൊസീജിയർ ഫോർ ഇഷ്യൂയിങ് പ്രിവിലേജ് കാർഡ് ടു പ്രഗ്നന്റ് വുമൺസിനാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ പ്രഗ്നന്റ് വുമനാണ് നമ്മൾ ഇത് കൊടുക്കേണ്ടത്. എല്ലാ പുതിയ രജിസ്ട്രേഷനും കൊടുക്കണം. ഓൾറെഡി കാണിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അവരോട് ചോദിക്കുക, സർ മാഡം ഈ പ്രിവിലേജ് കാർഡ് നിങ്ങൾക്ക് ഉണ്ടോ എന്ന് ചോദിക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് കൊടുക്കുക. അതിന്റെ ഗുണങ്ങൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതായത് ഡിസ്ചാർജ് ബില്ലിൽ, നിങ്ങളുടെ ബില്ലിൽ നിന്നും 15% ഡിസ്കൗണ്ട് ഉണ്ടാവും. അപ്രോക്സിമേറ്റ്ലി 2500 മുതൽ 3500 രൂപ വരെയുള്ള ഡിസ്കൗണ്ടുകളാണ് നോർമലി ഇതിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളത്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞ് കൊടുക്കുക. ഇത് എല്ലാ പ്രഗ്നന്റ് വുമൻസിനും, ഇവിടെ അഡ്മിറ്റ് ആവാൻ പോകുന്ന എല്ലാ പ്രഗ്നന്റ് വുമൻസിനും ഈ ഡിസ്ചാർജ് കാർഡുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഫൈനൽ ഡിസ്ചാർജ് ബില്ലിൽ എവിടെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്? ഒന്ന് രജിസ്ട്രേഷൻ കൗണ്ടറിൽ, അതായത് നമ്മുടെ റിസപ്ഷൻ ഏരിയയിൽ, ബില്ലിംഗ് കൗണ്ടറിൽ, നഴ്സിംഗിൽ, പേഷ്യന്റ് അവയർനെസ്, ഈ ഏരിയകളിലൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഈ സാധനം കൊടുക്കുമ്പോൾ രജിസ്ട്രേഷനിലും ബില്ലിങ്ങിലും നഴ്സിംഗ് ആൻഡ് പേഷ്യന്റ് അവയർനെസ്, ഈ ഏരിയയിലുള്ള ആളുകളെല്ലാം ഇതിനെക്കുറിച്ച് വെൽ അവെയർ ആയിരിക്കണം. ഒന്ന് റൂൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് പറയാണ്. ഒന്ന് രജിസ്ട്രേഷൻ ആൻഡ് റിസപ്ഷൻ. ഇതിൽ അവിടെ നിന്നാണ് നമ്മൾ കാർഡുകൾ ഇഷ്യൂ ചെയ്യുക. നഴ്സിംഗ് സൂപ്രണ്ട് എന്നുള്ള കൊടുത്തുള്ള നഴ്സിംഗ് സൂപ്രണ്ട് ആണ് ഇതിന്റെ ഹെഡ് ചെയ്യുന്നത്. അതായത് OP, ഗൈനക് OP-യിലുള്ള എല്ലാ പേഷ്യൻസിനും കൃത്യമായിട്ട് ഈ മെസ്സേജ്, മാഡം ഈ കാർഡ് ഉണ്ടോ, മാഡം പ്രിവിലേജ് കാർഡ് ഉണ്ടല്ലോ അല്ലെ, ഓക്കെ, ജസ്റ്റ് ആ കാർഡ് ചോദിക്കുക, എന്നിട്ട് അവിടെ തന്നെ കൊടുക്കുക. എന്നിട്ട് അത് നോക്കിയിട്ട് അവരെ ID, നമ്മൾ എന്തെങ്കിലും സിസ്റ്റത്തിൽ അടിക്കുകയാണെങ്കിൽ കാർഡ് നോക്കിയിട്ട് ID അടിക്കുക, ഒരു ഫയൽ ഉണ്ടെങ്കിൽ പോലും. എന്നിട്ട് ആ കാർഡിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിൽ ഓൾവേസ് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും നഴ്സിംഗ് സ്റ്റാഫുകൾ അത് ചോദിക്കാം. കാരണം ചിലപ്പോൾ നമ്മളൊരു 7ാം മാസം അല്ലെങ്കിൽ 5ാം മാസത്തിലൊക്കെ കാർഡ് കൊടുത്തിട്ട് പിന്നെ മിസ്സായി പോകണ്ട എന്നുള്ളത്. അതിന്റെ ഉപയോഗം എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് കാർഡ് ഉണ്ടോ ചോദിക്കുക, ആ നമ്പർ നോക്കിയിട്ട് നമ്മൾ നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് പോവുക. ബില്ലിംഗ് ഡിപ്പാർട്ട്മെന്റിലാണ് ഈ ഡിസ്കൗണ്ട് അപ്ലൈ ചെയ്യേണ്ടത്. കാരണം ഈ ബില്ലിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഫൈനൽ ഡിസ്ചാർജ് ബില്ല് വരുമ്പോൾ അതിൽ ആണ് ബിൽ അപ്ലൈ ചെയ്യേണ്ടത്. ഡിസ്ചാർജ്, അത് എന്താ പറയാ, NICU അല്ല കേട്ടോ, അത് ശ്രദ്ധിക്കണം. നമ്മളുടെ ഗൈനിക് പേഷ്യൻസിന്റെ ഡിസ്ചാർജ് ബില്ലിൽ, ഫൈനൽ ഡിസ്ചാർജ് ബില്ല്, ഇപ്പോൾ നമ്മൾ ഫൈനൽ ഡിസ്ചാർജ് ബില്ലിലാണ് ഇത് കൊടുക്കേണ്ടത്. NIC ബില്ലുകളൊക്കെ ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് കൊടുക്കേണ്ടത്. ബില്ലിംഗ് ഏരിയയിൽ കൃത്യമായിട്ട് നോട്ട് ചെയ്യുകയും അക്കൗണ്ട്സിൽ അറിയിക്കുകയും ചെയ്യണം. എലിജിബിലിറ്റി, ഇത് വേണ്ടത് പ്രഗ്നന്റ് വുമൺ ആയിരിക്കുക. ഫസ്റ്റ് രജിസ്ട്രേഷൻ സമയത്ത് തന്നെ നമ്മൾ കൊടുക്കുക. ഇഷ്യൂ ചെയ്യേണ്ടത് ഫൈനൽ അഡ്മിഷൻ പീരീഡിലോ, ഇതിന്റെ വാലിഡിറ്റി ഒരു പ്രാവശ്യം കംപ്ലീറ്റ് ഉപയോഗിക്കാം. ഓക്കെ, ഒരു പ്രാവശ്യം ഡെലിവറി ആയി കഴിഞ്ഞാൽ നിങ്ങൾ ബില്ലിങ്ങിൽ നിന്ന് അവർക്ക് ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ കാർഡ് വാങ്ങിച്ചു വെക്കുകയും ചെയ്യുക. ഓക്കെ, പുതിയ ഗൈനക് പേഷ്യൻസിനാണ്, പ്രഗ്നന്റ് വുമൻസിനാണ് ഇത് കൊടുക്കേണ്ടത്. ഇഷ്യൂ അപ്പോൺ രജിസ്ട്രേഷൻ അറ്റ് റിസപ്ഷൻ, വാലിഡ് ഓൺലി ഫോർ ദ ഫൈനൽ അഡ്മിഷൻ പീരീഡ്. കാർഡ് ഇഷ്യൂ ചെയ്യുന്ന പ്രോസസ് രജിസ്ട്രേഷൻ സമയത്താണ്. രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ടോക്കൺ ഇഷ്യൂ ചെയ്യുന്ന സമയത്താണ് കാർഡ് കൊടുക്കേണ്ടത്. അത് റിസപ്ഷനിലായിരിക്കും. എന്നിട്ട് കാർഡ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുക, അതിന്റെ മുകളിൽ നമ്മുടെ കയ്യിൽ CD മാർക്കർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ മുകളിൽ അവരുടെ ഹോസ്പിറ്റൽ ID ആൻഡ് ഇഷ്യൂ ഡേറ്റ് ഒന്ന് അതിന്റെ മുകളിൽ എഴുതി കൊടുക്കുക.
എന്നിട്ട് ഈ കാർഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫൈനൽ ഡിസ്ചാർജ് ബില്ലിൽ 15% ഡിസ്കൗണ്ട് ഉണ്ടാവും. കാർഡ് കളയരുത്, കാർഡ് കീപ്പ് ചെയ്യണം എന്ന് പേഷ്യൻസിനോട് പറയാം. ഫൈനൽ ഡിസ്ചാർജ് ബില്ലാണ് നമുക്ക് കാർഡ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുക എന്ന് പറഞ്ഞു. ദെൻ ബില്ലിങ്ങിൽ, അതായത് ഫൈനൽ ഡിസ്ചാർജ് ബില്ലിന് വേണ്ടി വരുമ്പോൾ അവരെന്ത് ചെയ്യണം, അവര് ആ കാർഡ് ഹാർഡ് കോപ്പി തന്നെ കാണിക്കണം. ഫോട്ടോ എടുത്തിട്ട് കാണിക്കുക അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവും. അത് കാർഡ് അവര് ഹാർഡ് കോപ്പി കാണിക്കുക, കാരണം അത് നിങ്ങൾക്ക് അവൈൽ ചെയ്യണം. അവൈൽ ചെയ്യുമ്പോൾ ഈ സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് കൊടുക്കാൻ വേണ്ടി കഴിയുള്ളൂ. സോ അത് അങ്ങനെ തന്നെ കീപ്പ് ചെയ്യാം. ലിമിറ്റേഷൻ ഒന്ന്, ഫൈനൽ ഡിസ്ചാർജ് ബില്ലാണ് ഇത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ ഫാർമസി ആൻഡ് അതർ ബിൽസ് ഒന്നും ഇതിൽ അപ്ലൈ ആവുന്നതല്ല. 3, കാർഡ് മിസ്സായി കഴിഞ്ഞാൽ അഡീഷണൽ കാർഡിന് വേണ്ടിയിട്ട് റിസപ്ഷനിൽ റിക്വസ്റ്റ് പറയുകയും അവിടെ നിന്ന് 30 rupees ചാർജ് ചെയ്തുകൊണ്ട് അഡീഷണൽ കാർഡ് കൊടുക്കുകയും ചെയ്യാം. ഇപ്പൊ ഇൻ കേസ് അതിന്റെ ബൈ ദ വേയിൽ ആരെങ്കിലും മിസ്സായി പോയാൽ ഉണ്ടാവുന്ന ഒരു ഇഷ്യൂ, അത് പിന്നെ HR ടീമിന് അല്ലെങ്കിൽ നമ്മുടെ GRDയിൽ അറിയിക്കുക, ഇന്ന പേഷ്യന്റിന് കൊടുത്തിരുന്നു, അവരിൽ മിസ്സായിട്ടുണ്ട്. സോ അത് അവർ ഒരു 30 rupees അഡീഷണൽ ചാർജ് ചെയ്ത് ഒരു കാർഡ് കൂടി അവർക്ക് ഇഷ്യൂ ചെയ്ത് കൊടുക്കാം. മോണിറ്ററിംഗ് ആൻഡ് കൺട്രോൾ, ഇത് പിന്നെ ഒന്ന് നഴ്സിംഗ് സൂപ്രണ്ട് NSO, മെയിൻലി അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ മെഗാ സിസ്റ്ററുടെ അണ്ടറിൽ എല്ലാ പിന്നെ ആളുകൾക്കും, എല്ലാ പേഷ്യൻസിനും ഇതിനെക്കുറിച്ച് അവയർനെസ് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതിന് ചെയ്യേണ്ടത് OP-യിലുള്ള ആളുകൾക്ക്, അതേപോലെ ഈ പേഷ്യൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എല്ലാ ആളുകൾക്കും ഈ കാർഡിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. പിന്നെ ബില്ലിംഗ് ഡിപ്പാർട്ട്മെന്റിൽ പ്രോപ്പർ ഡിസ്കൗണ്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. കൃത്യമായിട്ട് ആ ഡിസ്കൗണ്ട് തന്നെയാണ് പോകുന്നത്. അഡീഷണൽ ഇപ്പോൾ NICU, ഞാൻ നേരത്തെ പറഞ്ഞു, NICU ബാക്കിയുള്ള ബില്ലുകളിലൊന്നും ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പാടില്ല. മന്ത്ലി ഓഡിറ്റ് നമ്മൾ ചെയ്യും. ഓരോ റിപ്പോർട്ട് വീക്കിലി നമ്മൾ മീറ്റിംഗിൽ ഓരോ വീക്കിലെയും കൃത്യം എത്ര പിന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ട്, എത്ര കാർഡുകൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, എത്ര കാർഡുകൾ അവൈൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന്റെ കൃത്യം റിപ്പോർട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് നമുക്ക് തരേണ്ടതുണ്ട്. അതിൽ റിസപ്ഷനിൽ നിന്നാണ് ഓൾറെഡി നമ്മൾ ഓരോ ഇഷ്യൂ ചെയ്യുമ്പോഴും നമ്മളിപ്പോ പ്രിവിലേജ് കാർഡ് എന്താ പറയാ എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് ഗൂഗിൾ ഷീറ്റ് ഉണ്ട്, അതിൽ എൻട്രി ചെയ്ത് പോവാ നമ്മൾ പോകുന്നത് പോലെ തന്നെ. അപ്പൊ തന്നെ നമുക്ക് ഓരോ വീക്കിലി നമുക്ക് എത്ര ഇഷ്യൂ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. എത്ര അവൈൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബില്ലിംഗ് ഡിപ്പാർട്ട്മെന്റ് ഓരോ ദിവസവും അതിന്റെ റിപ്പോർട്ട് ഉണ്ടാക്കും. വീക്കിലി അതൊന്ന് പിന്നെ കമ്പൈൽ ചെയ്തിട്ട് വീക്കിലി മീറ്റിംഗിൽ നമുക്ക് സബ്മിറ്റ് ചെയ്യാം. റെക്കോർഡ് കീപ്പിംഗ്, റെക്കോർഡ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഗൂഗിൾ ഷീറ്റ് ആണ്. ഗൂഗിൾ ഷീറ്റിൽ കൃത്യമായിട്ട് ഓരോന്നും എന്താ പറയാ ആഡ് ചെയ്ത് പോകുന്നുണ്ട്. സോ കണ്ടിന്യൂ ചെയ്യുക, ഇപ്പൊ പോകുന്ന പോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. ബില്ലിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ, ഇത്ര ഡിസ്കൗണ്ട് കൊടുത്തു എന്നുണ്ടെങ്കിൽ ആ ടോട്ടൽ ഇതിന്റെ കൂടെ അവൈൽഡ് എന്ന് അടുത്ത കോളത്തിൽ ബിൽ അവൈൽഡ് എന്നുള്ള സാധനം റിപ്പോർട്ട് ചെയ്തിട്ട് ഒരു ഗ്രീൻ ടിക്കോ അല്ലെങ്കിൽ ഗ്രീൻ കളർ ചെയ്തിട്ട് ഇങ്ങനെ പോവാം. അപ്പോൾ എത്ര പിന്നെ അവൈൽ ചെയ്തു, എത്ര പിന്നെ നമ്മൾ ഇഷ്യൂ ചെയ്തു ഓരോ മാസവും എന്ന്, അല്ലെങ്കിൽ വീക്കിലി നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഓരോ മന്ത്ലിയാണ് നമ്മൾ അതിന്റെ ഒരു ഓഡിറ്റ് നടത്തുന്നത്. താങ്ക് യു. ഇത്രയും കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചോദിക്കുക. പേഷ്യൻസിനെ വളരെ കൃത്യമായിട്ട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക. അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നത് വെറുതെ എടുത്ത് കൊടുക്കരുത്. 2 കൈ കൊണ്ട് തന്നെ പിടിച്ച് ഇങ്ങനെ അവർക്ക് കൊടുക്കുക. നമ്മൾ ഇത് ഭയങ്കര ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എത്രത്തോളം ഈ സാധനത്തിനെ പരിഗണിക്കുന്നു അതുപോലെയാണ് പേഷ്യൻസിനും ഉണ്ടാവുക. സോ അതൊന്ന് കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഈ പരിപാടി, ഈ നമ്മുടെ എന്താ പറയാ പ്രിവിലേജ് കാർഡുമായി എന്തെങ്കിലും ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോന്റെ അടിയിൽ അതൊന്ന് ചോദിക്കാം. Thank you.